Inline checker, second year occupational theory, volume 8, രണ്ടാം വർഷ വൊക്കേഷണൽ തിയറി ഇൻലൈൻ ചെക്കർ ജോബ് റോളിലെ 8ാം വോള്യം ഡിജിറ്റൽ ക്ലാസ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗാർമെന്റ് ക്വാളിറ്റി. ഗാർമെന്റ്സ് ഗുണനിലവാരത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1. ഫാബ്രിക് ക്വാളിറ്റി, തുണിയുടെ ഗുണനിലവാരം. 2. ആക്സസറീസ് ക്വാളിറ്റി, ആക്സസറികൾ ഉപയോഗിക്കുന്ന ബട്ടണുകൾ, സിപ്പറുകൾ, ഹുക്സ് അങ്ങനെയുള്ള സാധനങ്ങളുടെ ഗുണനിലവാരം. 3rd is കട്ടിംഗ് പ്രക്രിയയിലെ സൂക്ഷ്മത. നെക്സ്റ്റ് ഈസ് സ്യൂയിങ്, തയ്യൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനതകൾ. നെക്സ്റ്റ് ഈസ് വാഷിംഗ്, കഴുകൽ, ഗാർമെന്റ്സ് കഴുകുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ. നെക്സ്റ്റ് ഈസ് ഫിനിഷിംഗ്, ഫാബ്രിക് ഫിനിഷിങ്ങിൽ അല്ലെങ്കിൽ ഗാർമെന്റ് ഫിനിഷിങ്ങിൽ വരുന്ന പ്രക്രിയയിൽ വരുന്ന പോരായ്മകൾ. ഇവയൊക്കെയാണ് ഒരു ഗാർമെന്റിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ. അതായത് തുണിയുടെ ഗുണനിലവാരം, ഉപയോഗിച്ചിരിക്കുന്ന ആക്സസറികളുടെ ഗുണനിലവാരം, കട്ടിംഗ് പ്രക്രിയയിലെ സൂക്ഷ്മത, തയ്യൽ പ്രക്രിയയിലെ കൃത്യത, കഴുകൽ വാഷിങ്ങിൽ വരുന്ന കൃത്യത, ഫിനിഷിങ്ങിൽ ഫാബ്രിക് ഫിനിഷ് ചെയ്യുമ്പോൾ ഗാർമെന്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ. ഇതെല്ലാം ആണ് മൊത്തത്തിൽ ഒരു ഗാർമെന്റിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നത്. ഫാബ്രിക് ക്വാളിറ്റി, തുണിയുടെ ഗുണനിലവാരം. ഗാർമെന്റ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തുണി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Fabric quality is of utmost importance to the overall quality of apparel and textile products. ഗാർമെന്റ്സിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരത്തിന് തുണിയുടെ ഗുണനിലവാരം വളരെ പ്രധാനമാണ്. നല്ല ഗുണനിലവാരമുള്ള തുണിയിൽ നിന്ന് ഗുണനിലവാരമുള്ള ഗാർമെന്റ് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. Next, regardless of how well the product is designed or constructed, if the fabric is of poor quality, the product will most likely to fail with the customer. ഒരു ഉൽപ്പന്നം എത്ര നന്നായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിർമ്മിച്ചാലും തുണിയുടെ ഗുണനിലവാരം കുറവാണെങ്കിൽ ഉൽപ്പന്നം ഉപഭോക്താവിന്റെ അടുത്ത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. Fabric quality is inspected and tested against fabric specifications such as fiber type, woven or knitted, thread count, GSM, and presence of visible faults or defects.
വസ്ത്രങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി ചില സ്പെസിഫിക്കേഷൻസിന് എഗൻസ്റ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇതിൽ പ്രധാനമായിട്ട് നാരുകളുടെ തുണി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നാരുകളുടെ തരം, തുണി നെയ്തതാണോ നിറ്റഡ് ആണോ എന്നുള്ളത്, ഒരു നിശ്ചിത ചുറ്റളവിൽ അല്ലെങ്കിൽ ഏരിയയിലുള്ള നൂലുകളുടെ എണ്ണം, ഒരു ചതുരശ്ര മീറ്ററിലുള്ള തുണിയുടെ ഭാരം ഗ്രാമുകളിൽ, കൂടാതെ എന്തെങ്കിലും കാഴ്ചയ്ക്ക് വിസിബിൾ ആയിട്ടുള്ള കേടുകളോ മറ്റ് കുഴപ്പങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഇവയെല്ലാമാണ് പൊതുവിൽ പരിശോധിക്കുന്നത്. അതുകൂടാതെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തുണിയുടെ കളർ ഫാസ്റ്റ്നെസ്, വർണ്ണം നിലനിൽക്കാനുള്ള കഴിവ്, അതിൻ്റെ കംഫർട്ട്, അത് ധരിക്കുമ്പോഴുള്ള കംഫർട്ട്, പിന്നെ അതിൻ്റെ ഈട് എത്ര കാലം നിലനിൽക്കുന്നു, ഡ്യൂറബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളും പരിശോധിക്കപ്പെടുന്നതാണ്. ഫാബ്രിക് ക്വാളിറ്റി വിഷ്വൽ ഇൻസ്പെക്ഷൻ മെഷീൻ. തുണിയുടെ ഗുണനിലവാരം വിഷ്വലായിട്ട് പരിശോധിക്കുന്ന ഒരു യന്ത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. യന്ത്രത്തിൻ്റെ ചിത്രം. ഇതിൽ പ്രധാനമായിട്ടും ഫാബ്രിക് റോള് ഒരു ഇല്ലുമിനേറ്റ് ചെയ്ത, അതായത് ലൈറ്റ് അടിഭാഗത്തുനിന്ന് ലഭിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള, നമുക്ക് കാണാവുന്ന ചെരുവിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ടേബിളിലൂടെ, ഇൻസ്പെക്ഷൻ ടേബിളിലൂടെ ഫാബ്രിക് റോള് ഓടിച്ച് ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ലൈറ്റ് പിടിപ്പിച്ചിരിക്കുന്നതിനാൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് കാഴ്ചയിൽ തിരിച്ചറിയാനും അത് നമുക്കവിടെ മാർക്ക് ചെയ്യാനും സാധിക്കും. അങ്ങനെ വരുന്ന അപാകതകളുടെ എണ്ണവും അത് എത്ര മീറ്ററിലാണ് അല്ല എവിടെയൊക്കെയാണ് വരുന്നതെന്നും പരിശോധനയിൽ മനസ്സിലാക്കാവുന്നതാണ്. Fabric specifications and defects are tested. Some fabric specifications. ചില തുണിയുടെ specifications. EPI, ends per inch, refers to the density of the fabric measured by number of warp yarns in which 1 inch of woven fabric. ഒരു ഇഞ്ചിൽ എത്ര വാർപ്പ് നൂലുകൾ വരുന്നുണ്ട്, അതിനാണ് EPI എന്ന് പറയുന്നത്. ഇനി PPI, pix per inch, refers to the density of the fabric measured by the number of weft yarns in 1 inch of woven fabric. നെയ്ത തുണിയിൽ വെഫ്റ്റ് നൂലുകൾ അല്ലെങ്കിൽ ഊട് നൂലുകൾ 1 ഇഞ്ച് നീളത്തിൽ എത്ര എണ്ണം വരുന്നുണ്ട്, അതിൻ്റെ കൗണ്ടാണ് PPI എന്ന് പറയുന്നത്. അടുത്തത് GSM. Grams per square meter refers to the density of knitted fabric measured by the weight of the given fabric. അതായത് ഒരു തുണിയുടെ ഒരു ചതുരശ്ര മീറ്റർ ഏരിയയിൽ അതിൻ്റെ ഭാരം എത്ര ഗ്രാം ഉണ്ട്, അതാണ് GSM എന്ന് പറയുന്നത്. ഇത് തുണിയുടെ
ഡെൻസിറ്റി സാന്ദ്രതയെ അളക്കാനായിട്ടുള്ള ഒരു അളവാണ്. GSM കൂടിയ തുണിക്ക് സാന്ദ്രത കൂടുതലായിരിക്കും, GSM കുറഞ്ഞ തുണിക്ക് സാന്ദ്രത അല്ലെങ്കിൽ കനം കുറവായിരിക്കും. ആക്സസറീസ് ക്വാളിറ്റി. ഗാർമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആക്സസറികളുടെ ഗുണനിലവാരം Accessories like button, hook, zipper, etc. are inspected and tested according to the specifications before garment production. ഗാർമെന്റ് നിർമ്മാണത്തിന് മുൻപായി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്സസറികളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആക്സസറികൾ എന്നുദ്ദേശിക്കുന്നത് ബട്ടൺസ്, ഹുക്ക്, സിപ്പർ അതുപോലുള്ള ഐറ്റങ്ങൾ. Accessories are also inspected during garment production and in the final stage. ഗാർമെന്റ്സ് നിർമ്മാണ വേളയിലും അവസാന ഘട്ടത്തിലും ആക്സസറികൾ ഗുണനിലവാരത്തിന് പരിശോധിക്കപ്പെടുന്നതാണ്. Accessories should be able to withstand the care and maintenance procedures devised for the garment. ആക്സസറീസ് ഒരു ഗാർമെന്റിൽ ഉപയോഗിക്കുമ്പോൾ അതിന് രൂപകൽപ്പന ചെയ്ത വാഷിങ്ങോ അല്ലെങ്കിൽ കെയർ എന്നിവ നേരിടാൻ ആക്സസറികൾക്ക് കഴിവുള്ളതായിരിക്കണം. ഉദാഹരണത്തിന് സാധാരണ വാഷിങ്ങോ അല്ലെങ്കിൽ ഡ്രൈ വാഷിങ്ങോ ഏതാണ് വസ്ത്രം അല്ലെങ്കിൽ ഗാർമെന്റിന് കെയർ ആയിട്ട് നമ്മൾ പറയുന്നത്, അതിനോടൊക്കെ നേരിടാൻ കഴിവുള്ള ആക്സസറീസ് ആയിരിക്കണം. Strength and durability is extremely important to garment construction and customer satisfaction for zippers, buttons, hooks, snap fasteners, drawstrings, hook and loop fasteners, etc. ആക്സസറികൾക്ക് ആവശ്യത്തിന് കരുത്തും ഈടും ഉണ്ടായിരിക്കണം. ഇത് ഗാർമെന്റ് നിർമ്മാണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. സിപ്പറിനും അതുപോലെ ബട്ടൺസിനും ഹുക്സിനും എല്ലാം തന്നെ ആവശ്യത്തിന് കരുത്തും വസ്ത്രത്തിന്റെ അത്രയും ഈട് നിൽക്കുന്നതുമായിരിക്കണം. സ്വിംഗ് ത്രെഡ്സ് ക്വാളിറ്റി. സ്വിംഗ് ത്രെഡ്, അതിൽ തയ്യലിന് ഉപയോഗിക്കുന്ന നൂലുകളുടെ ഗുണനിലവാരം, ഇവയുടെ ഗുണനിലവാരവും ഗാർമെന്റ്സിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നതാണ്. Sewing thread is the yarn used to combine two or more fabric pieces together in garments, accessories and other textile products. ഗാർമെന്റ്സ് നിർമ്മിക്കുമ്പോൾ തുണിയുടെ ഗാർമെന്റിന്റെ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുവാനും ഗാർമെന്റ്സിലെ ആക്സസറികൾ കൂട്ടിച്ചേർക്കുന്നതിനും ഉപയോഗിക്കുന്ന നൂലാണ് സ്വിംഗ് ത്രെഡ് അല്ലെങ്കിൽ തയ്യൽ നൂൽ എന്ന് പറയുന്നത്. Thread encompasses the majority of stress and strain from the movement and needs to be strong and durable. It must resist breaking and compatible with the rest of the garment in terms of color, care instructions
and construction. Sewing thread ആണ് ഗാർമെന്റ്സിന്റെ ഭൂരിഭാഗം സമ്മർദ്ദങ്ങളും അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദവും ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അത് കരുത്തുറ്റതും ഈടുള്ളതുമായിരിക്കണം. സൂയിങ് ത്രെഡ് പൊട്ടിപ്പോകാത്തതുമായിരിക്കണം. കൂടാതെ അത് ഗാർമെന്റുമായിട്ട് പൊരുത്തമുള്ളതായിരിക്കണം. അതായത് വർണ്ണത്തിൽ പൊരുത്തമുണ്ടായിരിക്കണം. ഗാർമെന്റിന്റെ കഴുകുന്ന അല്ലെങ്കിൽ കെയർ ഇൻസ്ട്രക്ഷൻസ് കെയർ ആയിട്ട് പൊരുത്തമുള്ളതായിരിക്കണം. കൂടാതെ അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ഗാർമെന്റ് നിർമ്മാണമായിട്ടും ചേർച്ചയുള്ളത് അല്ലെങ്കിൽ പൊരുത്തമുള്ളതായിരിക്കണം. Major quality checks for sewing threads include construction, that is diameter and fineness, strength and elongation, shrinkage, twist balance and color. Sewing thread നമ്മൾ ഗുണനിലവാരത്തിന് വേണ്ടി പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ നേർമ എത്രയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് എത്രയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാസം ഡയമീറ്റർ എത്രയുണ്ട്, പിന്നെ അതിൻ്റെ കരുത്ത് എത്രയാണ്, അതിൻ്റെ എലോങ്ങേഷൻ അത് വലിച്ചിൽ എത്രയാണ്, പൊട്ടുന്നതിന് മുമ്പുള്ള അതിൻ്റെ വലിച്ചിൽ എത്രയാണ്, ഷ്രിങ്കേജ് അതിൻ്റെ നീളം ചുരുങ്ങൽ ഉണ്ടെങ്കിൽ അത്, ട്വിസ്റ്റ് അതിൻ്റെ പിരി എത്രയാണ്, ട്വിസ്റ്റ് ബാലൻസ് പിരിതുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാതെ ബാലൻസ് ആയിട്ടിരിക്കുന്നുണ്ടോ, പിന്നെ അതിൻ്റെ വർണ്ണം, ഇവയൊക്കെ നമ്മുടെ മാനദണ്ഡ പ്രകാരമാണോ അല്ലയോ എന്ന് പരിശോധിച്ചിട്ട് വേണം സൂയിങ് ത്രെഡ്സ് ഗാർമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ. Sewing threads quality continued. Sewing threadകളുടെ ഗുണനിലവാരം തുടർച്ച. The other parameters include sewability, imperfections, finish, package density and winding. മറ്റ് ക്വാളിറ്റി മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്യൂയബിലിറ്റി, അതുകൊണ്ട് നമുക്ക് തുന്നാനുള്ള അതിൻ്റെ കഴിവ്, അതായത് തുന്നുമ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കണം. അതൊക്കെയാണ് തുന്നൽ യന്ത്രത്തിൻ്റെ വേഗതയൊക്കെ അനുസരിച്ച് നീങ്ങാനുള്ള കഴിവാണ് സ്യൂയബിലിറ്റി. ഇംപെർഫെക്ഷൻസ്, അതായത് അതിൽ അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതായത് കട്ടിയുള്ള ഭാഗങ്ങൾ, കട്ടി കുറഞ്ഞ ഭാഗങ്ങൾ, അല്ലെങ്കിൽ വർണ്ണത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ എന്തെങ്കിലും. ഫിനിഷ്, അതിൽ ചെയ്തിരിക്കുന്ന ഫിനിഷിങ്, അതായത് അതിൽ അതിൻ്റെ ഹെയറിനെസ് കുറഞ്ഞതോ അല്ലെങ്കിൽ അത് വാക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്, ഇതൊക്കെ. പാക്കേജ് ഡെൻസിറ്റി, അതായത് അത് ചുറ്റിയാണ് നമുക്ക് കിട്ടുന്നത്, അതൊരു ചുറ്റി വന്നിരിക്കുന്ന ആ പാക്കേജിൻ്റെ ഒന്നിൽ അത് ചീസ് ഫോം എന്ന് പറയും, അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, അതിൻ്റെ സാന്ദ്രത എത്രയാണ്. വൈൻഡിങ് ക്വാളിറ്റി, അത് ചുറ്റപ്പെട്ടിരിക്കുന്ന നല്ല രീതിയിലാണോ, അല്ലെങ്കിൽ അത് അൺവൈൻഡ് ചെയ്യുമ്പോൾ, അഴിച്ചെടുക്കുമ്പോൾ അത് ഊർന്നു പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ. Sewability is tested by sewing the thread in the intended fabric at the highest machine speed. The sewn fabric should consist uniform and consistent stitches
which indicates good sewability. അതായത് സ്യൂവബിലിറ്റി പരിശോധിക്കുന്ന രീതിയാണ് പറയുന്നത്. ഉയർന്ന മെഷീൻ വേഗതയിൽ, അതായത് ഏറ്റവും വേഗത്തിൽ തയ്യൽ മെഷീനിൽ ഈ നൂല് ഉപയോഗിച്ച് തയ്ച്ചിട്ട് തുന്നിച്ചേർത്ത തുണിയിൽ വളരെ ഏകീകൃതവും സ്ഥിരതയുള്ളതുമായ തുന്നലുകൾ ഉണ്ടായിരിക്കണം. ഇത് നല്ല സ്യൂവബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. Sewing thread should be free from imperfections such as knots, slubs, thick and thin places. Sewing threadകൾക്ക് ഘനമുള്ള ഭാഗങ്ങൾ, സ്ലബുകൾ, കട്ടിയുള്ളതും നേർത്തതുമായ ഭാഗങ്ങൾ, കെട്ടുകൾ, നോട്ട് എന്നിവയൊക്കെ ഉണ്ടായിരിക്കാൻ പാടില്ല. ക്വാളിറ്റി ഓഫ് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ്. അരക്കെട്ടിൽ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക്കിന്റെ ഗുണനിലവാരം. ഗാർമെന്റ്സിന്റെ അരക്കെട്ടിൽ, പ്രത്യേകിച്ചും ഇന്നർ ഗാർമെന്റ്സ്, അടിവസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക്കിന്റെ ഗുണമേന്മ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ്സ് ആർ ടെസ്റ്റഡ് ഫോർ ഫിറ്റ് ആസ് പെർ സൈസ് ആൻഡ് ഡ്യൂറബിലിറ്റി, ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിക് അരക്കെട്ടിന്റെ ഫിറ്റ്, അതായത് അതിന്റെ വലിപ്പം, ഈട്, അതായത് ഇലാസ്തികത നഷ്ടം എന്നിവയ്ക്കായി പരിശോധിക്കുന്നു. The fit is measured by force needed to stretch the waistband about 2 inches more than the hip size, as per the size label, and bringing it back to the waist size. The force can be measured by a tensile testing machine, which simulates the condition that exists while putting the garment. അത് വേസ്റ്റ് ബാൻഡിന്റെ വലിപ്പം അതിന്റെ ലേബൽ അനുസരിച്ച് പരിശോധിക്കണം. അതായത് അതിന്റെ സൈസിനേക്കാളും 2 ഇഞ്ച് കൂടുതലായിട്ട് വലിച്ചു നീട്ടിയിട്ട് അതിനെ ഒറിജിനൽ സൈസിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ വലിച്ചു നീട്ടാൻ ഉപയോഗിക്കുന്ന ശക്തി ഒരു ടെൻസൈൽ ടെസ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് അളക്കുന്നു. ഇതിനെയാണ് നമ്മൾ അതിന്റെ വലിച്ചിൽ, സ്ട്രെച്ച് അളക്കുന്നത്. അതായത് ഒരു ഗാർമെന്റ് നമ്മൾ ധരിക്കുമ്പോൾ അല്പം വലിച്ചിലുണ്ടാവുകയും പിന്നീട് അത് അതിന്റെ ഒറിജിനൽ സൈസിലേക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തിരിച്ചു പോവുകയും വേണം. അതിനെത്ര ശക്തി വേണ്ടി വരും, അതാണ് അതിന്റെ സ്ട്രെച്ച്. The durability can be measured by stretching the waistband by 50% and measuring the force needed to stretch it. Then the waistband is laundered 3 times as per specific standard, and again the force is measured to stretch it by 50%. The loss of force in the 2 cases should be less than 10% for the waistband to be acceptable. If it exceeds 10%, the elastic waistband will be loose due to the loss of elasticity. അതായത് ഈ വേസ്റ്റ് ബാൻഡിന്റെ ഈട് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. വേസ്റ്റ് ബാൻഡ് 50% വലിച്ചു നീട്ടി വലിച്ചു നീട്ടാൻ ആവശ്യമായ ശക്തി അളക്കുക. ഇതിനുശേഷം ഒരു നിശ്ചിത മാനദണ്ഡം അനുസരിച്ച്
വേസ്റ്റ് ബാൻഡ് 3 തവണ കഴുകി അല്ലെങ്കിൽ അലക്കി വീണ്ടും 50% നീട്ടാനായിട്ടുള്ള ശക്തി അളക്കുക. ഇങ്ങനെ രണ്ടാമത് അളക്കുന്ന ശക്തി ആദ്യത്തെ അളന്ന ശക്തിയേക്കാൾ 10% കുറവാണെങ്കിൽ അത് സ്വീകാര്യമാണ്. 10% കൂടുതലാണെങ്കിൽ അത് വേസ്റ്റ് ബാൻഡ് ലൂസായിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥമാണ്. അതിൻ്റെ ഡ്യൂറബിലിറ്റി മോശമാണ്, ഈടില്ലാത്തതാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഈട് പരിശോധിക്കാവുന്നതാണ്. അതായത് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ മനസ്സിലാകും, ഒരുപാട് പ്രാവശ്യം വാഷിംഗ് കഴിയുമ്പോൾ, അലക്കി കഴിയുമ്പോൾ അത് അയഞ്ഞ് പോകുന്നത്. അങ്ങനെ അയഞ്ഞു പോകുന്ന വേസ്റ്റ് ബാൻഡുകൾ സ്വീകാര്യമല്ല, അല്ലെങ്കിൽ അതിന് ഈട് കുറവാണ്.